അന്നത്തെ ആ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ ഒരു സംഗതി എന്താ വെച്ചെങ്കിൽ അന്ന് പുലർച്ചെ 3 മണിക്കാണ് ഒരു ഫോൺ വരുന്നത്. ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിൽ തന്നെ ഉണ്ടാവണം എന്ന് ബേബി മാഷാണ് അന്ന് തീരുമാനിച്ചത്. 27 വർഷമായി ഗുരുവായൂരിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിൻ്റെ കതക് തുറക്കുന്ന ശബ്ദത്തിന് പുറകിൽ നിൽക്കുന്ന ഒരാൾ. പ്രചാരണങ്ങളൊന്നുമില്ലാതെ തന്നെ ജനങ്ങളുടെ വിശ്വാസം നേടി മുൻപോട്ട് പോകുന്ന രഞ്ജു. 1998 ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലം മുതൽ തൻ്റെ പ്രവർത്തനം ആരംഭിച്ച രഞ്ജു ഇന്ന് ഗുരുവായൂർ LDF പാർട്ടിയുടെ ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിൻ്റെ ഹൃദയസ്പന്ദനമായി മാറിയിരിക്കുകയാണ്. 98 വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് ഞാൻ ആദ്യമായി ഓഫീസിൽ വരുന്നത്. അന്ന് സുമേഷ് DYFയുടെ മുനിസിപ്പൽ സെക്രട്ടറി ആയിരുന്നു. ഞാൻ മുനിസിപ്പൽ കമ്മിറ്റി അംഗമായിരുന്നു. അന്ന് ഈ മുനിസിപ്പൽ പാർക്കിൻ്റെ അവിടെയായിരുന്നു അന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഓഫീസ് ഉണ്ടായിരുന്നു. അന്ന് ഓഫീസിലിരുന്ന് പിന്നെ അങ്ങോട്ട് ഓഫീസിലായി 98 തെരഞ്ഞെടുപ്പ്, 99 തെരഞ്ഞെടുപ്പ്, പിന്നെ 2000 പിന്നെ സഖാവ് സുമേഷ് നഗരസഭ തെരഞ്ഞെടുപ്പിൻ്റെ ഇലക്ഷൻ കമ്മിറ്റി സെക്രട്ടറി ആയിട്ട് വന്നു. സ്വാഭാവികമായിട്ടും അതുവരെ സുമേഷിൻ്റെ കൂടെ ആയിരുന്നതുകൊണ്ട് തന്നെ പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് ഇലക്ഷൻ പ്രവർത്തനം ഇലക്ഷൻ കമ്മിറ്റി ഓഫീസുകളിലായി. 2000 തെരഞ്ഞെടുപ്പ്, 2005 തെരഞ്ഞെടുപ്പ്, 2010 തെരഞ്ഞെടുപ്പ്, 2015 തെരഞ്ഞെടുപ്പ്, 2020 തെരഞ്ഞെടുപ്പ്, ഇപ്പോൾ 2025 വന്ന് നിൽക്കണം. നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ സുമേഷ് മാറി ഒരു തവണ വിശ്വാസേട്ടൻ വന്നു, പിന്നെ ഒരു തവണ TT വന്നു. രാവിലെ ഇവിടെ വന്ന് ഓഫീസ് തുറക്കേണ്ട ചുമതല നേരത്തെ ഒരു കമ്മിറ്റി കൂടിയിട്ട് തീരുമാനിക്കപ്പെട്ട സംഗതികളുണ്ട്. നടപ്പിലായോ, അതിൽ നടപ്പിലാക്കാൻ എന്ത് പ്രവർത്തനങ്ങൾ താഴേക്കിടയിൽ നടന്നു എന്ന് വിളിച്ച് ചോദിച്ചറിയലാണ് എൻ്റെ ചുമതലയായിട്ട് ഉള്ളത്. സങ്കടം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ തെരഞ്ഞെടുപ്പിനകത്താണ്. അത് മണിയേട്ടൻ തോറ്റ, പിന്നെ അന്ന് പിന്നെ ചെറിയ കുട്ടിയാണ്. ജയം തന്നെയാണ് പ്രധാനമായും. നമ്മളെ പാർട്ടി ജനങ്ങളുടെ ഇടയിൽ അംഗീകരിക്കപ്പെടുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം, ആ സന്തോഷം തന്നെയാണ് പ്രധാനമായും ഇത്രയും കാലത്തിൻ്റെ ഇടയിലൊരു സന്തോഷം. പാർട്ടി ഓഫീസിൽ ഞാൻ പണ്ട് മുതലേ നമ്മൾ കിടപ്പുണ്ടായിരുന്നത്. ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിൽ തന്നെ ഉണ്ടാവണം എന്ന് ബേബി മാഷാണ് അന്ന് തീരുമാനിച്ചിട്ടുള്ളത്. അന്ന് ബേബി മാഷ് ശിക്ഷക സദനിലും ഞാൻ പിന്നെ മാഷ കൂടെ നിൽക്കാനുള്ള ഒരു ഇത് കാരണം കൊണ്ട് ഞാൻ റെഡ് ഹൗസിലും ആയിരുന്നു അന്ന്. പക്ഷെ അന്നത്തെ ആ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ ഒരു സംഗതി എന്താ വെച്ചെങ്കിൽ അന്ന് പുലർച്ചെ 3 മണിക്കാണ് ഒരു ഫോൺ വരുന്നത്. തൃശ്ശൂർ പോസ്റ്റ്ലോട്ടിൻ്റെ ഒരു ഇത് വന്നിട്ടുണ്ട്, അത് പോയി എടുക്കണം എന്ന് പറഞ്ഞു. ആ പോസ്റ്റ്ലോട്ട് എടുക്കാൻ പോയി തിരിച്ചു വന്ന് ഇവിടെ കൊണ്ടുവന്നെടുത്ത് ആ പോസ്റ്റ്ലോട്ട് കൊണ്ട് ജയിച്ചൊരു സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അന്ന് K മണിയേട്ടനായിരുന്നു അന്ന് നെമ്മിനിയിലെ കാൻഡിഡേറ്റ് ആയിരുന്നു. ആ തെരഞ്ഞെടുപ്പിൽ മണിയേട്ടൻ ചെയർമാനാവണം. സ്ഥാനാർത്ഥികൾ അല്ലേ മാറുന്നുള്ളൂ, പാർട്ടിയൊക്കെ എപ്പോഴും ഒരേ ഇതല്ലേ. നേതാക്കൾ മാറുന്ന കാലങ്ങളിലും ഇലക്ഷൻ്റെ ചൂടിലും തണുപ്പിലും രാത്രികളിലും തൻ്റെ സേവനങ്ങൾക്ക് യാതൊരുവിധ വിട്ടുവീഴ്ചയുമില്ലാത്ത സത്യസന്ധമായ യാത്ര. അസാധാരണമായ യാതൊരു പദവികളുമില്ല, പക്ഷേ അസാധാരണമായ മനുഷ്യബന്ധവും സമർപ്പണവുമാണ് അദ്ദേഹത്തെ വേറിട്ട് നിർത്തുന്നത്.